നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രേവതി നക്ഷത്രമാണ്. ഉപജീവനം, ആദർശവാദം, ഔദാര്യം എന്നീ സവിശേഷതകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 27 നക്ഷത്രങ്ങളിൽ അവസാനത്തെ നക്ഷത്രമായ രേവതി നക്ഷത്രം ജന്മനക്ഷത്ര പരമ്പരയെ പൂർത്തിയാക്കുന്നു. 12 ആദിത്യന്മാരിൽ ഒരാളായ നക്ഷത്രം ബുധൻ ഭരിക്കുകയും മീനൻ രാശിയിൽ സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. 2025 രേവതിയുടെ അധിപനായ ബുധൻ്റെ സംക്രമണം രേവതി ജന്മനക്ഷത്രമുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ, കുടുംബത്തിൽ അഭിവൃദ്ധി, തൊഴിൽ പുരോഗതി എന്നിവയുൾപ്പെടെ ഗണ്യമായ പോസിറ്റീവ് ഫലങ്ങൾ കൊണ്ടുവരുന്നു. ഇത് സമൂഹത്തിൽ വിജയത്തിനും അംഗീകാരത്തിനും കാരണമാകുന്നു. എന്നിരുന്നാലും തന്ത്രപരമായ ആസൂത്രണം ആവശ്യമായി വരുന്ന ചില തടസ്സങ്ങളെയും ഒരാൾക്ക് നേരിടേണ്ടി വന്നേക്കാം. നക്ഷത്രരാശിയിലെ 27ാമത്തെ നക്ഷത്രമാണ് രേവതി. വിവാഹം കഴിക്കുന്നതിനും ഗർഭിണിയാകുന്നതിനും പുതിയ വീട് വാങ്ങുന്നതിനും രേവതി നക്ഷത്രം അനുകൂലമാണ്. ഈ രാശിയെ പ്രതിനിധീകരിക്കുന്ന മത്സ്യം പഠനത്തെയും ചലനാത്മകതയെയും പ്രതീകപ്പെടുത്തുന്നു. മികച്ച നേതൃപരമായ കഴിവുകൾ കാരണം രേവതി നക്ഷത്രക്കാർ ബഹിർമുഖരാണ്. അവർ ആൾക്കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. 2025 നിങ്ങൾക്ക് വളരെ ഫലപ്രദവും പ്രചോദനകരവുമായിരിക്കും. ആദ്യത്തെ 6 മാസം നിങ്ങൾക്ക് വിജയം, സമൃദ്ധി ഇവയൊക്കെ ഉണ്ടാകും. നിങ്ങൾ ബിസിനസ്സിലാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് വികസിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. വർഷം പുരോഗമിക്കുമ്പോൾ നിങ്ങളുടെ ചില സഹപ്രവർത്തകരുമായി അധികാര തർക്കങ്ങൾ ഉണ്ടാകാം. എന്നിരുന്നാലും നിങ്ങൾ ബിസിനസ്സിലാണെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസവും പോസിറ്റീവ് മനോഭാവവും വലിയ വളർച്ചയിലേക്ക് നയിക്കും. പ്രധാന ഗ്രഹങ്ങളുടെ സംക്രമണം നിങ്ങളുടെ തീരുമാനങ്ങളെ സ്വാധീനിച്ചേക്കാം. അതിനാൽ വലിയ ചിത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ശ്രദ്ധാപൂർവം ചിന്തിക്കുക. വൈകാരികമായുള്ള പ്രതികരണങ്ങൾ നിയന്ത്രിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ നിങ്ങൾക്ക് സൃഷ്ടിപരമായ പ്രചോദനം ലഭിക്കും. നിങ്ങളുടെ ഭാവന, ഉൾക്കാഴ്ച, വൈകാരിക സംവേദനക്ഷമത എന്നിവ വർദ്ധിക്കും. രസകരമായ ആളുകളെ കണ്ടുമുട്ടാനും നിയന്ത്രണങ്ങളിൽ നിന്ന് മുക്തരാകാനും പ്രതീക്ഷിക്കുക. എന്നിരുന്നാലും വർഷത്തിൻ്റെ മധ്യത്തിൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ അനിശ്ചിതത്വവും ആശയക്കുഴപ്പവും ഉണ്ടായേക്കാം. ഓഗസ്റ്റിൽ നിങ്ങൾ അപ്രതീക്ഷിതമായ ഒരാളിലേക്ക് ആകർഷിക്കപ്പെട്ടേക്കാം. സാമ്പത്തികമായി ഈ വർഷം പൊതുവെ അനുകൂലമായിരിക്കും. ഗ്രഹസ്വാധീനം സൂചിപ്പിക്കുന്നത് നിങ്ങൾ ശരിയായ തീരുമാനങ്ങൾ എടുക്കുമെന്നാണ്. ഇത് സാമ്പത്തിക നേട്ടങ്ങളിലേക്ക് നയിക്കും. ആദ്യ പാദത്തിൽ ചില വെല്ലുവിളികൾ ഉണ്ടാകും. അതിനാൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ചില പ്രധാന ഗ്രഹങ്ങളുടെ സ്വാധീനത്താൽ പോസിറ്റീവ്, നെഗറ്റീവ് ഘടകങ്ങൾ കൊണ്ടുവരും. അപ്രതീക്ഷിത ചെലവുകൾ കൈകാര്യം ചെയ്യാൻ ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്യുകയും ചെയ്യണം. ആരോഗ്യത്തോടെ ഇരിക്കാൻ സമീകൃത ആഹാരം, വൈകാരിക സന്തുലിതാവസ്ഥ, സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വർഷം മുഴുവനും പുരോഗതി നിങ്ങളുടെ മൊത്തത്തിലുള്ള ക്ഷേമത്തിന് കാരണമാകും. ആവശ്യമെങ്കിൽ വൈദ്യോപദേശം തേടുക. വർഷാവസാനം ശരീരഭാരം വർദ്ധിക്കുന്നതിൽ ജാഗ്രത പാലിക്കുക. മധുരപലഹാരങ്ങളിലും എരിവുള്ള ഭക്ഷണങ്ങളിലും അമിതമായി മുഴുകുന്നത് ഒഴിവാക്കുക. ആത്മീയ പരിശീലനങ്ങൾ, ധ്യാനം, സമഗ്രമായ സമീപനങ്ങൾ എന്നിവ സന്തുലിത ആരോഗ്യത്തിന് കാരണമാകും. നിങ്ങളുടെ കുടുംബജീവിതം പിന്തുണയും പരിപോഷണവും നിറഞ്ഞതായിരിക്കും. എന്നാൽ കുടുംബത്തിനുള്ളിൽ കൂടുതൽ ഉത്തരവാദിത്തമുള്ളതോ സംരക്ഷിക്കുന്നതോ ആയ ഒരു പങ്ക് ഏറ്റെടുക്കേണ്ട നിമിഷങ്ങൾ ഉണ്ടായേക്കാം. വീട്ടിൽ ഐക്യം നിലനിർത്തുന്നതിന് ആശയവിനിമയം പ്രധാനമാണ്. മുൻകാല തെറ്റിദ്ധാരണകൾ പരിഹരിക്കാനും കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും അവസരങ്ങൾ ഉണ്ടായേക്കും. 2025 പ്രണയം കൂടുതൽ ആഴമേറിയതും ആത്മീയവുമായ ഒരു ഭാവം കൈക്കൊള്ളും. നിങ്ങളൊരു ബന്ധത്തിലാണെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുമായി കൂടുതൽ ആഴത്തിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഒരുപക്ഷെ പൊതുവായ ആത്മീയ താല്പര്യങ്ങളോ ലക്ഷ്യങ്ങളോ പരിവേഷണം ചെയ്യാൻ കഴിയും. അവിവാഹിതർ അവരുടെ മൂല്യത്തോടും വിശ്വാസങ്ങളോടും പ്രതിനിധീകരിക്കുന്ന ഒരാളെ കണ്ടുമുട്ടിയേക്കാം. ഇത് അർത്ഥവത്തായ ഒരു ബന്ധത്തിലേക്ക് നയിച്ചേക്കാം. രേവതി നക്ഷത്രക്കാർക്ക് 2025 ഒരു സുപ്രധാന ആത്മീയ ഉണർവിൻ്റെ വർഷമായിരിക്കും. നിങ്ങളുടെ ആന്തരിക സ്വഭാവം പരിവേഷണം ചെയ്യുന്നതിനും ജീവിതത്തിൻ്റെ ആഴമേറിയ അർത്ഥങ്ങൾ മനസ്സിലാക്കുന്നതിനും നിങ്ങൾക്ക് ശക്തമായ ഒരു ആകർഷണം അനുഭവപ്പെടും. ഇതിന് ആത്മീയ ആചാരങ്ങളിൽ ഏർപ്പെടുക, വിശുദ്ധ ഗ്രന്ഥങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ ആത്മീയ ഉപദേഷ്ടാക്കളിൽ നിന്ന് മാർഗനിർദ്ദേശം തേടുക. ഈ യാത്ര വ്യക്തത, സമാധാനം, ലക്ഷ്യബോധം എന്നിവ കൊണ്ടുവരും. 2025 പഠനവും സ്വയം മെച്ചപ്പെടുത്തലുമായിരിക്കും പ്രധാന വിഷയങ്ങൾ. നിങ്ങൾക്ക് ഔപചാരിക വിദ്യാഭ്യാസമോ വ്യക്തിഗത വളർച്ചയോ ആകട്ടെ, ഈ വർഷം നിങ്ങളുടെ അറിവ് വികസിപ്പിക്കുന്നതിന് ധാരാളം അവസരങ്ങൾ നൽകും. നിങ്ങളുടെ അവബോധജന്യവും സഹാനുഭൂതിയും നിറഞ്ഞ സ്വഭാവം പുതിയ വിവരങ്ങൾ ആഗിരണം ചെയ്യാനും അർത്ഥവത്തായ രീതിയിൽ പ്രയോഗിക്കാനും നിങ്ങളെ സഹായിക്കും.
2025 യാത്രകൾ വ്യക്തിപരമായ അല്ലെങ്കിൽ ആത്മീയ വളർച്ചയുമായി ബന്ധപ്പെട്ടതായിരിക്കും. ആത്മീയ പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാനോ പുതിയ കാഴ്ചപ്പാടുകളും ഉൾക്കാഴ്ചകളും നൽകുന്ന യാത്രകളിൽ ഏർപ്പെടാനോ നിങ്ങൾ ആകർഷിക്കപ്പെട്ടേക്കാം. ഈ യാത്രകൾ സമ്പന്നമായിരിക്കും. എന്നാലും നിങ്ങളുടെ യാത്രകൾ ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്യുക. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ നിങ്ങളെ നിയോഗിക്കുമ്പോൾ തെറ്റുകൾ ഒഴിവാക്കാൻ വിശ്രമവും സ്വയം അവ പരിഹരിച്ച് സന്തുലിതമാക്കേണ്ടത് അത്യാവശ്യമാണ്. ബുധൻ്റെ ഭരണം മൂലം രേവതി നക്ഷത്രക്കാർക്ക് നിയമം, ടീച്ചിങ്, എഴുത്ത് തുടങ്ങിയ മേഖലകളിൽ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. രേവതി നക്ഷത്രക്കാർക്ക് അനുകൂലമായ രത്നം മരതകമാണ്. അനുകൂലമായ നിറം പച്ച, മഞ്ഞ ഇവയൊക്കെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ ചോദിക്കുക. കഴിയുന്നത്ര മറുപടി നൽകുന്നതാണ്. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി.